ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. നമ്മളങ്ങനെ ഇവിടെ എത്തി, നേപ്പാളിലെത്തി. നമ്മളെല്ലാവരും ക്വാറന്റൈനിൽ വീട്ടിൻ്റെ ഉള്ളിലാണ്. പക്ഷെങ്കിലോ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലല്ല, നമ്മൾ 2 ദിവസമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എങ്ങോട്ടൊക്കെ പോകുന്നത്? നേപ്പാളിലേക്ക് അല്ലേ, മറന്നു വരുത്. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കഴിഞ്ഞ എപ്പിസോഡ് കാണുക, അതിന് മുമ്പത്തെ എപ്പിസോഡ് കാണുക. അതല്ലെങ്കിൽ ഒരു അന്തവും കുന്തവും മനസ്സിലാവില്ല കേട്ടോ. നമ്മളിപ്പോൾ നേപ്പാളിലുള്ളത്, നേപ്പാൾ ബോർഡർ കിടന്നു. അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റു പട്ടിണി ദിവസം 2 എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുന്ന 2ാമത്തെ ദിവസമാണ്. ടെൻ്റൊക്കെ മടക്കി നേപ്പാളിൻ്റെ ബോർഡർ ആ സമയത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു നിയമങ്ങൾ മാറി തോന്നുന്നത്. ബോർഡർ ക്രോസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് ക്രോസ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് യാതൊരു ചെക്കിങ് വരും. നമുക്ക് ID കാർഡ് വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് സുഖമായിട്ട് കിടന്നിട്ട് അപ്പുറം പോകും. നേരെ മറിച്ച് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ID കാർഡൊന്നും വേണ്ട, പക്ഷെ നമുക്ക് സ്കാനർ ഉണ്ടാവും. നമ്മുടെ ലഗേജൊക്കെ അവർ സ്കാൻ ചെയ്യും, നമ്മൾ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവരുന്നുള്ളത്. നിയമപരമായിട്ട് വേറെ നമുക്ക് പേപ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് കൂളായിട്ട് ഇപ്പം കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്ക് പോകുന്ന പോലെ കർണാടകത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്നവരെ നിങ്ങൾക്ക് പോവാം, കൂളായിട്ട് പോകാം. യാതൊരു ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് നിങ്ങൾ ബൈക്ക് എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കസ്റ്റംസിൻ്റെ അവിടെ നിന്ന് ഒരു പേപ്പർ, വലിയ ചിലവൊന്നുമില്ല, ഒരു പേപ്പർ വാങ്ങണം, ഒരു പെർമിറ്റ് വാങ്ങണം. അതിൽ എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നതിന് എഴുതി കൊടുത്തിട്ട് കേട്ടോ. വേറെ ഒന്നും വേണ്ട, കാർനെട്ടോ കാര്യങ്ങളൊന്നും വേണ്ട, കൂളായിട്ട് പോകാം. ഇൻഷുറൻസൊക്കെ ഇന്ത്യൻ ഇൻഷുറൻസ് തന്നെ മതി. ഞാനങ്ങനെ നേപ്പാൾ ബോർഡർ ക്രോസ് ചെയ്തു. ഇടതുവശത്ത് കസ്റ്റംസുകാരുണ്ട്, അവരിങ്ങനെ ചെക്കിങ് ചെയ്യുന്നുണ്ട്. വലതുവശത്ത് ഫുള്ള് നേപ്പാളി പെണ്ണുങ്ങളാണ്. ബോർഡർ മാടുമ്പോഴേക്കും കാഴ്ചകൾ മാറി. കാരണം ഇന്ത്യയുടെ ഭാഗത്താണെങ്കിൽ, ഇന്ത്യയുടെ ഭാഗത്ത് ഉത്തർപ്രദേശാണ്, മറന്നു വരുന്നത്, ഉത്തർപ്രദേശാണ്. അപ്പം അങ്ങനെയാണ് കാഴ്ചകൾ. അവിടെ ഒരുപാട് പലചരക്ക് കടകളുണ്ട്. കാരണം നേപ്പാളികൾ ബോർഡർ കടന്ന് ഇപ്പുറം വന്ന് പലചരക്കൊക്കെ വാങ്ങിയിട്ട് പോകും. ഇപ്പുറം വില കുറവും അപ്പുറം വില കൂടുതലാണ്. ഇവിടുത്തെ 10 രൂപ എന്ന് പറയുമ്പോൾ അവിടെ 15 രൂപയും. അങ്ങനെ നേപ്പാളി സ്ത്രീകളാണെങ്കിൽ ഭയങ്കര മോഡേൺ ടീഷർട്ട്സും ഹാഫ് ട്രൗസറൊക്കെ ഇട്ടിട്ട് നമ്മൾ മരുഭൂമിയിൽ നിന്ന് നേരെ നമ്മൾ നിബിഡ വനത്തിലേക്കായിരുന്നു ഫീൽ ആയിരുന്നു എനിക്ക്. അങ്ങനെ അപ്പുറത്തി ബസ്സുകളുണ്ട്. പൊക്രയിലേക്കും പിന്നെ കാഠ്മണ്ഡുവിലും ഒരുപാട് ബസ്സുകളുണ്ട്. രാവിലെയാണ് അധികം ബസ്സുകൾ സർവീസ് ഉള്ളത്. കാരണം നേപ്പാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേപ്പാളിൽ നമ്മളിപ്പം കേരളത്തിൽ 50 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നമ്മൾക്ക് അരമണിക്കൂറൊക്കെ ഇപ്പം മതി, 3/4 മണിക്കൂർ മതി. പക്ഷേ നേപ്പാളിൽ 50 കിലോമീറ്റർ യാത്ര ചെയ്യണം മിനിമം 2.5 മണിക്കൂറൊക്കെ വേണം. അവിടെ റോഡുകൾ വളഞ്ഞ റോഡുകളും വീതി കുറഞ്ഞ റോഡുകളാണ്, ടൈം ഒരുപാട് എടുക്കും. അപ്പം നമ്മൾ ഈ സുനോലി ബോർഡറിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് ഏകദേശം 300 കിലോമീറ്ററാണ്. ആ 300 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 12 മണിക്കൂറൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ ബസ്സുകൾ അധികം രാവിലെ പുറപ്പെടുക, നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് കാര്യമില്ല. ഞാനങ്ങനെ സുനോലി ബോർഡറിൽ നടന്ന് കുറച്ച് മുമ്പോട്ടെത്തി. അവിടെ നിന്നു. നമ്മളെ പരിപാടി ലിഫ്റ്റ് അടി കൈ കാണിച്ചു ഒരു നിർത്തുന്നു. ഞാൻ പിന്നെ ബയ്യ ലിഫ്റ്റ് ചെയ്യുന്നു. എൻ്റെ കാര്യം എനിക്ക് ഇന്ത്യന്ന് അറിയില്ല എന്നല്ല, ഹിന്ദിയൊക്കെ അറിയാം. അങ്ങനെ ഒരു 3 കിലോമീറ്റർ അപ്പുറം വരെ ലിഫ്റ്റ് കിട്ടി ബൈക്കിൽ. അപ്പോൾ എനിക്ക് കുറച്ച് ആത്മവിശ്വാസമായി. പഠിച്ചവനെ ലിഫ്റ്റ് കിട്ടുന്നുണ്ട്, നമ്മുടെ പരിപാടി നടക്കും. പേഷ്യൻ്റ് കണ്ണു കാണില്ല, അത് വേറെ കാര്യം. അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ലിഫ്റ്റ് നോക്കും, കിട്ടുന്നില്ല. നടന്ന് കുറേ നടക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചങ്ങായി നിർത്തുന്നു. അപ്പം എന്നോട് ചോദിച്ചാൽ എങ്ങോട്ടേക്കാ? ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ കാഠ്മണ്ഡുവിലേക്ക് പോകുന്നതാണ്, ലിഫ്റ്റ് അടിച്ചിട്ട് വരുന്നത്. എവിടുന്നാണ് വരുന്നത്? ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നതാണ്. കേരളത്തിൽ നിന്ന്? അപ്പം കേരള കിതറേ? നമ്മൾ നോർത്ത് ഇന്ത്യ അല്ല സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു. അപ്പം മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. മൂപ്പരൊരു ഫോട്ടോഗ്രാഫറായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം ആദ്യം ചെയ്തത് എനിക്ക് ഭക്ഷണമായിപ്പോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സഞ്ചാരിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ അറിയോ? എന്തുകൊണ്ടാണ് സഞ്ചാരികൾ അധികവും ഈ റിലീജിയൻ പോലുള്ള ബുൾഷിറ്റുകൾ പെടാത്തത്? എന്ന് വെച്ചാൽ മതപരമായ വർഗീയത ഒരിക്കലും സഞ്ചാരികൾക്ക് ഉണ്ടാവില്ല. കാരണം അവർ യാത്രയിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരെ, അവരെ ഒരിക്കലും നമുക്ക് ഭക്ഷണമോ വെള്ളമോ വാങ്ങിത്തരുമ്പോൾ നമ്മുടെ മതമോ നമ്മുടെ പേരോ ചോദിക്കാറില്ല. ആ മനുഷ്യനും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം എൻ്റെ പേര് ചോദിച്ചിട്ടില്ല, അദ്ദേഹം എനിക്ക് ഭക്ഷണമായി തന്നു. ഞാനത് കഴിച്ചു. പിന്നെ കൂടാതെ അവിടുന്ന് 6 കിലോമീറ്റർ അപ്പുറം ഈ പൊക്ര ഇടത്തോട്ടേക്ക് കാഠ്മണ്ഡു വലത്തോട്ടേക്ക് എന്നൊരു ജംഗ്ഷൻ ഉണ്ട്. സുനോലി ബോർഡറിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്നെ ഇറക്കി തന്നു. നല്ലൊരു മനുഷ്യൻ, എനിക്ക് ഓർമ്മയിട്ടോ, ചുവന്ന ടീഷർട്ടൊക്കെ ഇട്ട് നല്ലൊരു മനുഷ്യൻ. നിങ്ങൾക്ക് ഫോട്ടോ കാണുന്നില്ലേ? അദ്ദേഹം കേട്ടോ. അപ്പം ഭക്ഷണം തരുന്നൊരു വ്യക്തി നമ്മൾ മറക്കാൻ പാടില്ല. മറന്നിട്ടില്ല, ഇപ്പോഴും എൻ്റെ അടുത്ത് നമ്പറുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ നിർത്തി എന്നോട് ടാറ്റ പറഞ്ഞാൽ അദ്ദേഹത്തിനോട് സെൽഫി ഒക്കെ എടുത്തു. പിന്നെ അവിടുന്ന് കാഠ്മണ്ഡുവിൽ ഏകദേശം 300 കിലോമീറ്റർ എങ്ങാനും ഉണ്ടായിരുന്നു, 200 സംതിങ് 300 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് ആദ്യം ഒരു സ്കൂട്ടർ കിട്ടി. ആ സ്കൂട്ടറിൽ ഞാൻ ലിഫ്റ്റ് അടിച്ച് കുറച്ച് കിലോമീറ്റർ ചെന്ന് അവിടെ കുറേ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ചെറിയൊരു ലോറി, നമ്മുടെ നാട്ടിലത്തെ ചെറിയ അശോക് ലൈലൻഡൊക്കെ പോലത്തെ ഒരു വെള്ള കളർ വണ്ടി,
അത് വന്ന് നിർത്തി. എങ്ങോട്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ കാഠ്മണ്ഡുവിലേക്ക്. മൂപ്പര് പറഞ്ഞു ഞാനും കാഠ്മണ്ഡുവിലൊക്കെ കയറിക്കും. സംഭവം അദ്ദേഹം എനിക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിക്ക് ചരക്കുണ്ടോന്ന് ചെറിയ വണ്ടിയാണ്, എന്നാലും പൈസക്ക് വേണ്ടിയിട്ടോ. പക്ഷേ ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ മൂപ്പർക്ക് ഭയങ്കര സന്തോഷം. മൂപ്പര് പ്രവാസിയായിരുന്നു, ഗൾഫിൽ ജീവിച്ചിരുന്നു, ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ട്. മൂപ്പരുടെ മകൻ ഇപ്പോഴും ഖത്തറിൽ, പിന്നെ ആ സമയത്ത് ഖത്തറിൽ പ്രവാസിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് മലയാളികൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളികളോട് അദ്ദേഹത്തിന് പ്രത്യേക സ്നേഹം. അങ്ങനെ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ഓക്കെ. ഞാൻ ഇങ്ങനെ പറയാം, എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല ബൈ, ഓക്കെ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പക്ഷേങ്കിൽ കാഠ്മണ്ഡുവിലേക്ക് പോകുന്നതിന് ഒരു 100 കിലോമീറ്റർ ഇപ്പുറം വരെ ഉണ്ടാവും. എനിക്ക് 200 കിലോമീറ്ററുള്ള ആ വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. എനിക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ നിർത്തും. ഞങ്ങൾ പല സ്ഥലത്ത് നിർത്തി സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ യാത്ര പോകുന്നു. അപ്പോൾ സെൽഫി സ്റ്റിക്ക് പുറത്തിട്ട് ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരിക്കലും അമിതമായിട്ട് സന്തോഷിക്കാൻ പാടില്ല, നമുക്ക് എത്ര വലിയ സൗഭാഗ്യം കിട്ടിയാലും. പക്ഷെ ഞാൻ കുറച്ച് അമിതമായിട്ട് സന്തോഷിച്ചു. കാരണം 200 കിലോമീറ്റർ നേപ്പാളിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമല്ല. അതും കേരള ടു നേപ്പാൾ ലിഫ്റ്റ് അടിച്ചു വന്ന ഫസ്റ്റ് പേഴ്സണാണ്, ആദ്യത്തെ വ്യക്തിയാണ് ഞാൻ. കേരളത്തിൽ നിന്ന് നേപ്പാളിലേക്ക് ലിഫ്റ്റ് അടിച്ച ആദ്യത്തെ വ്യക്തിയാണ്. അതിന് ശേഷമാണ് മലയാളികൾ പോകാൻ തുടങ്ങി. അതിന് മുമ്പ് ആരും കൺട്രി ടു കൺട്രി ആരും ഹിച്ചേക്ക് ചെയ്ത് പോയിട്ടില്ല. അപ്പം കുറച്ച് ചെറിയ അഹങ്കാരമൊക്കെ ഉള്ളിൽ തോന്നി. ഞാനിപ്പോൾ ഇതേ നേപ്പാളിലൂടെ യാത്ര ചെയ്തിട്ട് പോകുന്നു. കാരണം നേപ്പാളിനെ പറ്റി എനിക്കൊന്നും അറിയില്ലല്ലോ, നേപ്പാളിനകത്ത് എന്താണ്, എനിക്ക് അവിടെ ലിഫ്റ്റ് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ലിഫ്റ്റ് കിട്ടി, അപ്പോൾ ഒരു സന്തോഷമായി. അഹങ്കരിക്കാൻ പാടില്ല. 8-8-16 പണി എപ്പോഴെങ്കിലും കിട്ടും. എനിക്കും കിട്ടിയൊരു പണി. കുറച്ച് മുന്നോട്ടെത്തി ഒരു ടൗണിൽ നിന്ന് ഞാനിങ്ങനെ മൊബൈലൊക്കെ പുറത്ത് വിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയായിരുന്നു. ഉടനെ ഒരു ബൈക്കുകാരൻ വന്ന് അടിച്ചു. മൊബൈൽ പോണു, ഡിസ്പ്ലേ ഗതാഗതം തകർന്ന തരിപ്പാണ്, iPhone 6-ൻ്റെ. ഞാൻ പോയി എടുത്തൊക്കെ മൊബൈൽ വർക്കാകുന്നില്ല. പഠിച്ചോനെ പണിയാണല്ലോ. മൊബൈൽ വർക്കാകുന്നില്ല, കംപ്ലൈൻറ്റ് ഒന്നും ആകുന്നില്ല, GPS ഇല്ല, മാപ്പില്ല, എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം. കാരണം അദ്ദേഹം പറഞ്ഞു എൻ്റെ കുറ്റം കൊണ്ടാണല്ലോ അങ്ങനെ. ഞാൻ പറഞ്ഞല്ല, എൻ്റെ തെറ്റാണ്, നിങ്ങളുടെ കുറ്റമല്ല, എൻ്റെ തെറ്റാണ് അങ്ങനെ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് തിരിയേണ്ട സ്ഥലമെത്തി. ഞാൻ അവിടെ എത്തി, എന്നെ അവിടെ ഇറക്കി. അദ്ദേഹം പോയി. ഒരു കടയുണ്ട് അടുത്ത്, ഒരു കടയും ചെറിയൊരു പലചരക്ക് കടയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ഒരു ബോട്ടിൽ വെള്ളം അദ്ദേഹം തന്നിരുന്നു, വാങ്ങി തന്നു. അതാണ് എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് എന്താ ചെയ്യേണ്ടത് തിരിയുന്നില്ല. കാരണം ഒരു 4 ജംഗ്ഷനായിട്ട് നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്ക് വന്ന് ഏതൊരു ജംഗ്ഷനിലാണ് ഞാനുള്ളത്. എവിടെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് 100 കിലോമീറ്റർ ഉണ്ട്, അതെനിക്കറിയാം. പിന്നെ കയ്യിലാണെങ്കിൽ 5 പൈസയില്ല, ഒരാളെ വിളിക്കാനാണെങ്കിൽ മൊബൈലില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. പിന്നെ നോക്കുമ്പം അവിടുന്ന് ഒരു ഭാഗത്തേക്ക് പോയാൽ കാഠ്മണ്ഡു, തിരിച്ച് വന്ന വഴിയാണ് സുനോലി ബോർഡർ. വേറൊരു ഭാഗം പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ബംഗാളിൻ്റെ ഭാഗത്തൊരു ബോർഡർ വരുന്നുണ്ട്. ആ ഒരു സൈഡിലായിട്ട് ബീഹാറിന് അങ്ങനെ എന്തോ ഒരു സൈഡിലൊരു ബോർഡർ വരുന്നുണ്ട്, ഇത് നേപ്പാളുമായിട്ട്. അവിടത്തേക്ക് പോകാൻ പറ്റും, അടുത്താണ്. അപ്പോൾ ഞാൻ കയറി നോക്കാം, എന്നാൽ കാഠ്മണ്ഡു പോകാൻ നേരെ തിരിച്ച് പോയിട്ടാലോ, അവിടെ പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി പോയാലോ. അപ്പോഴാണ് എനിക്കങ്ങനെ ശത്രുക്കൾ നമുക്ക് മനസ്സിൽ വന്നത്. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചു പോയാലേ ഇവന്മാരെന്നെ കളിയാക്കും. വേണ്ട, ഇത്ര വരെത്തി, ഇനി ലക്ഷ്യസ്ഥാനത്ത് തന്നെ. ഞാൻ ആ കുപ്പിയും വെള്ളം കുടിച്ചുകൊണ്ട് ലിഫ്റ്റ് ചോദിക്കാൻ തുടങ്ങി. ഒരു വണ്ടി നിർത്തുന്നില്ല, വണ്ടികളേ ഇല്ല, വളരെ കുറവാണ്, ലോറികളൊന്നും ഇല്ല അവിടെ ഒന്നും. അപ്പം ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവരെന്നോട്, സെക്യൂരിറ്റി പോലീസ്, നേപ്പാളിൽ അങ്ങനെ ഉണ്ട് കേട്ടോ, സെക്യൂരിറ്റി പോലീസ് വേറെ, അങ്ങനെ ഒരുപാട് പോലീസുകാരുണ്ട്. ഇതിൻ്റെ ട്രാഫിക് പോലീസിന് വന്നു. അവരെൻ്റെ അടുത്ത് നിർത്തി എന്താണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, എൻ്റെ മൊബൈലൊക്കെ പൊട്ടി സാറേ, ഭയങ്കര സങ്കടത്തോടെ, എൻ്റെ മൊബൈലൊക്കെ പൊട്ടി സാറേ, നിങ്ങൾ കണ്ടോ, എൻ്റെ മൊബൈലൊക്കെ പോയി, കാഠ്മണ്ഡുവിലേക്ക് പോകുന്നതാണ്, പൈസ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അവരെ ഓക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എന്നെ അവരെ കൂട്ടി അവരെ ഷെഡിൽ കൊണ്ടിരുത്തി ഫസ്റ്റ് വന്ന ലോറിക്ക് കാണിച്ചു, ഇവനെ കാഠ്മണ്ഡുവിൽ ഇറക്കി പോകുന്നതാണ്. അങ്ങനെ ആ വണ്ടിയിൽ കയറി ഞാനിങ്ങനെ കാഠ്മണ്ഡുവിൽ പോകുന്നതാണ്. കാഠ്മണ്ഡു പോയിട്ട് ഞാൻ എന്ത് ചെയ്യും? മൊബൈലില്ല, മാപ്പില്ല, ഒരു വിലക്കില്ല, ഞാനവിടെ പോയിട്ട് എന്താകാൻ? അങ്ങനെ പോകുമ്പം എനിക്ക് എൻ്റെ നാട്ടിലൊരു ഫ്രണ്ട് കാഠ്മണ്ഡുവിൽ ഒരു നേപ്പാളിയുടെ നമ്പർ തന്നിരുന്നു, സിറാജ് എന്ന് പറഞ്ഞു. അവൻ്റെ നമ്പർ ഭാഗ്യവശാൽ ഞാൻ അവനെ വിളിക്കുമ്പം ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചത്, എന്നിട്ട് ഞാൻ മൊബൈൽ സേവ് ആക്കിയത്. ഞാനൊരു വേഗം അരിച്ച് തപ്പി നോക്കും, ഒരു മൂലൊക്കെ പേപ്പറുണ്ട്. ഉടനെ ഞാൻ ഡ്രൈവറുടെ അടുത്ത് നിന്ന് ഈ നമ്പർ വിളിച്ച പറഞ്ഞു, ബ്രോ ഐ ഹാവ് എ സിറ്റുവേഷൻ, മൈ മൊബൈൽ ബ്രോക്കൺ, പ്ലീസ് ഹെൽപ്പ് മീ, ഐ വാണ്ട് യുവർ ഹെൽപ്പ്. അപ്പോൾ മനസ്സിലായി. അവൻ അങ്ങനെ എന്നോട് പിന്നെ കാഠ്മണ്ഡുവിലെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട്, ഒരുപാട് ബസ്സുകൾ നിർത്തുന്ന സ്റ്റേഷൻ, മെയിൻ സ്റ്റേഷൻ, അവിടെ ഇറങ്ങാൻ പറഞ്ഞു. ലോറിക്കാരൻ പറഞ്ഞാൽ അവർ ഇറക്കി കൊടുത്തേ. ഏകദേശം രാത്രി ഒരു 6-7 മണിയോടുകൂടി ഞാൻ അവിടെ കാഠ്മണ്ഡുവിലെത്തി. നല്ല വിശപ്പുണ്ട് കേട്ടോ. ബസ് സ്റ്റേഷനിലെത്തി.
എത്തിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ നേരെ ഒരു സെക്യൂരിറ്റിൻ്റെ അടുത്ത് പോയി അവിടുന്ന് അവരുടെ മൊബൈലിൽ നിന്ന് ഇവനെ വിളിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, നീ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് എന്നെ വിളിക്ക്, നീ പൈസ ഒന്നും കൊടുക്കണം, നീ അവിടെ സ്റ്റേ ചെയ്തോ, പിന്നെ ഞാൻ അതിൻ്റെ ബില്ല് പേ ചെയ്തോളാം നോക്കും. ഞാൻ അത് വേണ്ട, കാരണം ഞാനൊരു ഹിച്ച് ഹൈക്കിങ്ങിലുള്ളത്. ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് യാത്രയാണ്, അതല്ലാതെ നമ്മൾ ഹോട്ടൽ റൂമിലൊന്നും പോയിട്ട് സ്റ്റേ ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. ഹിച്ച് ഹൈക്കിംഗ് എന്ന് വെച്ചാൽ ലിഫ്റ്റ് അടിച്ച് പോകും, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ക്യാഷ്ലെസ് ട്രാവലിംഗ് കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ, നയാ പൈസ ഇല്ലാതെ യാത്ര. അപ്പം പിന്നെ അവൻ പറഞ്ഞു, ഓക്കെ എന്നാൽ നീ അവിടെ ടെൻ്റ് അടി, ബസ് സ്റ്റാൻഡിലൂടെ ടെൻ്റ് അടിക്ക് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോലീസുകാരുടെ അടുത്ത് പോയി സ്റ്റേഷനിൽ പോയപ്പോൾ എന്നെ പേടിപ്പിച്ചു വിട്ടു, പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇവൻ വിളിച്ച് സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു. ഞാനങ്ങനെ ആ ടെൻ്റ് എടുത്തു, നേരെ അവിടുത്തെ ഫസ്റ്റ് സെക്യൂരിറ്റിനോട് പെർമിഷൻ മേടിച്ചു. ആ നേപ്പാൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ചു. ഈ ടെൻ്റ് എൻ്റെ മുത്ത്, ഞാൻ നേപ്പാളിൽ അടിച്ച ടെൻ്റ്. എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു. നേപ്പാളിൽ ഞാൻ അടിച്ച ടെൻറ്റും എൻ്റെ സ്ലീപ്പിംഗ് ബാഗും. ടെൻ്റ് അടിച്ചു, എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിട്ടു. നല്ല വിശപ്പുണ്ട്, കുപ്പിവെള്ളം ഞാൻ ആ പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ചിരുന്നു. കുടിക്കാൻ വേണ്ടി ഞാൻ അകത്ത് കയറി ഇങ്ങനെ ഉറങ്ങുമ്പോഴേക്കും ഈ സിബൊക്കെ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യും. 2 ലെയർ വരുന്നുണ്ട്, സിബൊക്കെ ഞാൻ ഇവിടെ പൂട്ടിയിടും. ക്ലോസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒച്ചപ്പാട്, ആരടാ അത്, എണീച്ച് പോടാ, ഓടറാന്നെല്ലാം പറഞ്ഞിട്ട് ഫുള്ള് സെക്യൂരിറ്റീസ് മൊത്തം ടെൻറ്റിന് ചുറ്റും വന്നിട്ട് അടിക്കുക തന്നെ. ഞാൻ ചാവുകയോ പയ്യോ അവൻ പറഞ്ഞു, നിന്നോട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞു, കോൻ പോലെ നേപ്പാളി ഭാഷയിൽ പച്ചത്തറി പറഞ്ഞു. അതാണ് സംഭവം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. ഉടനെ മറ്റേ പോലീസുകാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, അവൻ അവിടെ കിടന്നോട്ടെ. അവരെന്നെ ടെൻറ്റിൻ്റെ ഉള്ളൊക്കെ നോക്കി. സംഭവം ഈ നാടോടികളൊക്കെ ടെൻ്റ് അടിക്കും, വൃത്തിയില്ലാത്ത ആൾക്കാരുണ്ടാവും. അവരൊക്കെ വന്ന് ഫുള്ള് കച്ചരൊക്കെ ആക്കുന്നതുകൊണ്ട് ഇവർ ടെൻ്റ് അടിക്കാൻ പാടില്ല. ബസ് സ്റ്റേഷൻ്റെ ഉള്ളല്ലേ, ഫുൾ റെസ്ട്രിക്റ്റഡ് ഏരിയ, നല്ല സേഫാണ്. അപ്പോൾ ഞാനത് ട്രാവലറാന്ന് പറഞ്ഞപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവരുടനെ പിന്നെ എന്നോട് പറഞ്ഞു, ഇവിടെ വേണ്ടപ്പാ, അപ്പുറം വേറെ സ്ഥലമുണ്ട്, അവിടത്തേക്ക് മാറ്റിത്തരാം. അങ്ങനെ നേപ്പാളിൽ ആ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഒരു മൂലയിൽ CCTV ക്യാമറയുടെ മുമ്പിൽ ഞാൻ ടെൻ്റ് അടിച്ചു. അപ്പോൾ ഉണ്ടായ ഒരു ഫീലിംഗ് ഉണ്ട്, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. കാരണം നേപ്പാൾ പോലത്തെ രാജ്യം, അതിൻ്റെ തലസ്ഥാനത്ത് ആ ഒരു ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഈ ടെൻ്റ് അടിച്ചിട്ട് ഈ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് കിടക്കുന്നത്. പുറത്ത് എൻ്റെ ചുറ്റും 5-6 സെക്യൂരിറ്റീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എനിക്ക് അവരൊക്കെയൊന്നുമില്ല, അവരവിടെ തന്നെ ഉണ്ടാവും, വീച്ചനായിട്ട് നിൽക്കുന്നുണ്ടോ ആ ഏരിയയിൽ. മൊത്തം നായ്ക്കൾ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയാണ്. സുന്ദരമായിട്ട് കിടന്നുറങ്ങി. എന്നുവെച്ചാൽ നല്ല വിശപ്പും നല്ല തളർച്ചയും, മൊബൈൽ പോയ ടെൻഷനും, ആ ടെൻഷനും ഈ ടെൻഷനും, ശരീരം ചൂടാവും നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ. ആ തണുപ്പിൽ മൂടി പുതച്ച് ഞാൻ ഉറക്കമുറങ്ങി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആ സുഖം കിട്ടിയില്ല എവിടെയും. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയാലും നമുക്ക് ആ ഒരു സുഖം കിട്ടില്ല. അങ്ങനെ മൂടി പോയി സുന്ദരമായിട്ട് കിടന്നുറങ്ങി, ഒരു മഴയുടെ ഒരു കുഴപ്പമില്ലാതെ ഈ ടെൻറ്റിൻ്റെ അകത്ത് ഞാനന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ എഴുന്നേറ്റു. കാരണം ബസ് സ്റ്റാൻഡിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അവിടെ രാത്രി 8 മണിയാകുമ്പോഴേക്കും ബസ് സ്റ്റാൻഡ് പൂട്ടും, രാത്രിയൊന്നും ഇല്ല. ആൾക്കാർ രാവിലെ വരുമ്പോഴേക്കും എഴുന്നേറ്റും. സെക്യൂരിറ്റീസിനൊന്നും കാണാറില്ല, നായ്ക്കൾ അപ്പോഴും പുറത്തുണ്ട്. അങ്ങനെ ഞാൻ അവിടുത്തെ പുതിയ സെക്യൂരിറ്റി വന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ ആദ്യം സിറാജിനെ വിളിച്ചു. സിറാജ് വന്നു. വളരെ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് ലിസ്റ്റിൽ ഒരു സിറാജ് IG ഉണ്ടാവും, ഒരു ഫോട്ടോഗ്രാഫർ. ആ സിറാജിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദേഹം വന്നു. അദ്ദേഹം എന്നെയും കൂട്ടി ആദ്യമേ എനിക്ക് ഭക്ഷണമായി തന്നു. അദ്ദേഹം ഒരു ട്രാവലറാണ്, ഒരു നല്ലൊരു മികച്ച ഫോട്ടോഗ്രാഫറാണ്, നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഒരു കമ്പനിയിലെ വർക്ക് ചെയ്യുന്നു, നല്ല ഫോട്ടോഗ്രാഫർ കേട്ടോ. അദ്ദേഹത്തിൻ്റെ യമഹ വണ്ടിയിൽ അദ്ദേഹം എന്നെ കൂട്ടി. ആദ്യം എനിക്ക് ഒരു നല്ലൊരു കോഫി ഷോപ്പിൽ പോയി എനിക്ക് ഫുഡൊക്കെ വാങ്ങി തന്നു. അവിടുന്ന് ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു, ഞാനും അദ്ദേഹം ഒരുമിച്ച് ഇരുന്നിട്ട്. അതിൽ നിങ്ങളെൻ്റെ കോലം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതിഭയാനകമായിരുന്നു. ഉറക്കമില്ലാതെ ഏകദേശം 10 ദിവസത്തോളം എടുത്തു ഞാനിവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഫുഡ് വാങ്ങി തന്നു. ആർത്തിയായിരുന്നു ഫുഡിനോട് എനിക്ക്, പക്ഷേ ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ല. കാരണം ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. ആ പാഠങ്ങളൊക്കെയാണ് ഇന്ന് എന്നെ ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്തിച്ചത്. കാരണം എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ ഗുരു. അനുഭവങ്ങളാണ് ഗുരു എന്ന് പറഞ്ഞില്ല. അങ്ങനെ ആ ഒരു ദർബാർ ഹാൾ, അങ്ങനെ എനിക്ക് തോന്നുന്നത് ഭൂകമ്പം നടന്നൊരു ഏരിയ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ അവിടെ കൂട്ടിപ്പോയി ഒരുപാട് ഷോപ്പുകളൊക്കെ കാണിച്ചു തന്നു. എനിക്കൊരു ടാക്ക തൊപ്പി എന്ന് പറഞ്ഞൊരു തൊപ്പിയുണ്ട്, നേപ്പാളി തൊപ്പി. ആ തൊപ്പി വാങ്ങി തന്നു. പിന്നെ നേപ്പാളിലുള്ള സ്റ്റിക്കർ വാങ്ങി തന്നു. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതിനുശേഷം അദ്ദേഹം എന്തോ ഒരു ആവശ്യത്തിന് പോയി. ഞാൻ ആ സമയത്തൊന്ന് കറങ്ങി, ഒറ്റയ്ക്ക് അവിടെയൊക്കെ കറങ്ങി. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്ന ശരിക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ടാണ്. കാരണം
ഞാൻ അന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. കാരണം എൻ്റെ അടുത്ത് മൊബൈലില്ല. ഞാൻ മെൻ്റലി ഡൗൺ ആകാൻ തുടങ്ങി. മൊബൈലൊക്കെ പൊട്ടി തകർന്നില്ലേ. മൊബൈൽ നന്നാക്കണേ 2000 രൂപ വേണം. എൻ്റെ കയ്യിലാണ് 5 പൈസയില്ല. 2000 രൂപയ്ക്ക് വലിയ പൈസയാണ് ഇപ്പോഴും. അതെ. അപ്പം എന്നോട് പറഞ്ഞു എങ്ങനെയാണ് പോകണേ. ഞാൻ പറഞ്ഞു എനിക്ക് സുനോലി ബോർഡറിലേക്കാണ് പോകേണ്ടത്. അപ്പം എന്നോട് ID കാർഡ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ID കാർഡ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മൊബൈൽ എന്തൊക്കെയോ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ ബസ്സിന് പോകണ്ട, ഫ്ലൈറ്റിന് പോയാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇന്നലെ മാത്രം കണ്ട ഒരാൾ എനിക്ക് ഭക്ഷണം വാങ്ങിത്തരുന്നു, എനിക്ക് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. 4000 രൂപ ആ റേഞ്ചിലുണ്ട്. കാഠ്മണ്ഡുവിൽ നിന്ന് സുനോലി ബോർഡറിലേക്കുള്ള അടുത്തൊരു എയർപോർട്ട് ഉണ്ട്. ആ എയർപോർട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. എനിക്ക് സന്തോഷം സങ്കടം ഒക്കെ വന്നു. പക്ഷേങ്കിൽ നമ്മൾ ചില മനുഷ്യർ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളവിടെ ദൈവതുല്യരായിട്ട് തന്നെ കാണണം. ദൈവതുല്യരായിട്ട് തന്നെ കാണണം. കാരണം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു പക്ഷെ അന്ന് യൂട്യൂബർ ഒന്നുമല്ല, ഒരു ഷാക്കിർ, അതാണ് എൻ്റെ ബ്രാൻഡ്. അവരെന്നെ ആരും അറിയാതെ സഹായിക്കും. അവിടെ ഞാൻ പഠിച്ചൊരു കാര്യം. അദ്ദേഹം എന്നോട് ചെയ്ത ഒരു ചാരിറ്റി ആയിരുന്നു. എന്നെ സഹായിച്ചു, ആരും അറിയാതെ സഹായിച്ചു, ആരും അറിയണ്ട എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ സഹായിച്ചു. ഇപ്പോഴും ആരും അറിഞ്ഞിട്ടില്ല. ആകെ അറിഞ്ഞത് ഞാൻ എൻ്റെ പോസ്റ്റ് എഴുതിയപ്പോഴും ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴാണ്. അന്ന് ഞാൻ ഇൻസ്റ്റയിൽ അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, ഒഴിവാക്കിയിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠത് ഇപ്പോഴും നിങ്ങൾ കണ്ടോ. ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഏകദേശം 100 കണക്കിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ പോലും ഞാൻ ഒരാളെ സഹായിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഞാനിത് ഇദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ചാരിറ്റി ഒക്കെ ആയിട്ട്? ഇല്ല. കാരണം വലത് കൈനെ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു തത്വം. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ്. ഈവൻ ഞാൻ കേരള ടു കാശ്മീർ പോകുമ്പോൾ ഒരു കുട്ടിയോട് ഞാൻ പഴത്തിൻ്റെ പേരിൽ ബാർഗെയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ക്യാമറയിൽ ഞാൻ ബാർഗെയിൻ ചെയ്തിട്ടുണ്ട്, സംഭവം തമാശക്ക് ബാർഗെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്യാമറ ഓഫാക്കിയിട്ട് ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും ഞാൻ പുറത്തിട്ടിട്ടില്ല. അന്ന് ഒരുപാട് ആൾക്കാർ എന്നെ തെറി പറഞ്ഞു, ഷാക്കിർ ബ്രോ നിങ്ങൾ ആ കുട്ടിയോട് ബാർഗെയിൻ ചെയ്ത് ശരിയായില്ല, നിങ്ങൾ മാളിൽ പോയിട്ട് ബാർഗെയിൻ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മൾ പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ നെഗറ്റീവ് ആയിട്ടൊരു വിഷയമല്ല. ഒരിക്കലും ചാരിറ്റി ഇനി അങ്ങോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഞാനത് പുറലോകം അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. അങ്ങനെ അദ്ദേഹം എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. യതി എയർലൈൻസ് ആയിരുന്നു അത്. ചെറിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു. യതി എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ ഞാൻ അങ്ങനെ കാഠ്മണ്ഡുവിൽ നിന്ന് നേരെ സുനോലി ബോർഡർ എത്തി. ബോർഡർ വരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു നമ്മുടെ ആ ബോർഡറിൽ പരിചയപ്പെട്ടില്ല, നമ്മുടെ ചുവന്ന ടീഷർട്ട് ചേട്ടൻ, ആ ചേട്ടനെ വിളിച്ചിരുന്നു. ചേട്ടനെ എന്നോട് പറഞ്ഞു തിരിച്ചു വരുമ്പോൾ കാണുമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു. പക്ഷെ അദ്ദേഹത്തെ ഇറക്കിയാൽ അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് വന്നത്. വളരെ രസികനായിരുന്നു. പക്ഷെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, മൊബൈലൊക്കെ അടിച്ചു പോയിരുന്നു. ഡിസ്പ്ലേ അടിച്ചു പോയെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ അറിയോ? ഓക്കെ, ഞാൻ വിട്ടുപോയി. ഈ ഐഫോണിൻ്റെ ഒരു സ്ലൈഡ് ഇങ്ങനെ തട്ടുമ്പം ക്യാമറ ഓണാവും. അപ്പം ഈ ഡിസ്പ്ലേന് താഴത്തെ വശം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ തട്ടുമ്പോൾ ക്യാമറ ഓണാവും. അപ്പോൾ ഇവിടെ ക്യാമറ ഓണാണെന്നുണ്ട്. തിരിച്ചു പിടിച്ചിട്ട് ഈ വോളിയം മൈനസ് ബട്ടനെ കൊണ്ട് ഫോട്ടോസ് എടുക്കും. കാരണം നിങ്ങൾ സംശയിക്കും ഞാൻ എങ്ങനെയാണ് സിറാജിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തതെന്നില്ല. പൊട്ടിയ ക്യാമറ ഉണ്ട് അവിടുന്ന്. അത് കാരണം ഡിസ്പ്ലേ ഊറ്റി സെറ്റ് ചെയ്തപ്പം ആ ഒരു ഭാഗം മാത്രം പുറത്ത് കാണുന്നുണ്ട്, മുകൾ വശം തകർന്നത്. ഐഫോൺ അങ്ങനത്തെ ഒരു മെച്ചമാണ്, തകരുമ്പോൾ മൊത്തം തകരില്ല, ഒരു അറ്റയെങ്കിലും കുറച്ച് ജീവനുണ്ടാവും. അങ്ങനെ തിരിച്ച് സുനോലി ബോർഡറിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഇദ്ദേഹം എയർപോർട്ടിൽ വന്നു. എയർപോർട്ട് എന്ന് പറയാനൊന്നും ചെക്കിങ് ഒന്നുമില്ല, ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ് പോലില്ല, ഓട്ടോ സ്റ്റാൻഡാണ്. ഓട്ടോ സ്റ്റാൻഡ് പോലെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നു, നടക്കുന്നു. 2 പേര് ഒരു ഉന്തുവണ്ടി എടുത്തു വന്നിട്ട് അതിൽ നമ്മൾ ലഗേജ് കയറ്റുന്ന പുറത്തേക്ക് എത്തിച്ചേരും. ചെക്കിങ് പോലും ഒന്നുമില്ല. കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എയർപോർട്ടാണ്, ഇൻ്റർനാഷണൽ. ആകെ ഒരു ദിവസം ഒരു ഫ്ലൈറ്റായിട്ട് വരുള്ളൂ അവിടെ, ഈ ഒരു ഫ്ലൈറ്റ് മാത്രം, കാഠ്മണ്ഡു ടു സുനോലി ടൈപ്പ്. അങ്ങനെ ഇദ്ദേഹം വന്നു, എന്നെ കൂട്ടി പോയി. ഇദ്ദേഹം ആദ്യം ഒരു റെസ്റ്റോറൻറ്റ് പോയി എനിക്ക് ഫുഡൊക്കെ വാങ്ങി തന്നു, വയറ് നിറച്ച് ഫുഡൊക്കെ വാങ്ങി തന്നു. അപ്പം ഒരുപാട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ്, അദ്ദേഹമല്ല ബ്രദറാണ്. അങ്ങനെ എന്നോട് ചോദിച്ച് നാട്ടിലേക്ക് പോകുന്നു. ഞാൻ നാട്ടിലേക്ക് പോകാം. അദ്ദേഹം എന്നെയും കൂട്ടി ട്രാവൽ ഏജൻസിയിൽ പോയി. എനിക്ക് നാട്ടിലേക്ക് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രെയിൻ ടിക്കറ്റായിരുന്നു. പക്ഷേങ്കിൽ അവിടെ ഈ ഗോരഖ്പൂരിൽ നിന്നാണ് ട്രെയിൻ. ഗോരഖ്പൂരിൽ നിന്ന് പിന്നെ നാട്ടിലേക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. തത്കാലം അങ്ങനെ അങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ റെയിൽവേ സ്റ്റേഷൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ തിരിച്ചു ഗോരഖ്പൂരിലേക്ക് വന്നു. ബോർഡർ ക്രോസ് ചെയ്തു. സുനോലി ബോർഡർ ക്രോസ് ചെയ്ത് ഗോരഖ്പൂർ ടൗണിലേക്ക് എത്തിയില്ല, നേരെ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴിക്കായിരുന്നു. ഈ ഒരു മീൻസ് ഗോരഖ്പൂരിൽ നിന്ന് സുനോലി ബോർഡർ പോകുന്ന വഴിക്കാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ അന്ന് രാത്രി പോയി ഇറങ്ങി.
എൻ്റെ ഉമ്മോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ റെയിൽവേ സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ കുറവാണ്. അമ്പലത്തിലൊക്കെ പരിപാടികൾ വരുമ്പോൾ കുടുംബമായിട്ട് നമ്മൾ പോയിട്ട് പായൊക്കെ വിരിച്ച് അവിടെ കിടന്നുറങ്ങും. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ മുറ്റം മുഴുവനും ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ പായ വിരിച്ച് കിടക്കുക, നടക്കാൻ പോലും പറ്റുന്നില്ല. ഫാമിലി ആയിട്ട് അവിടെ ഫുഡ് അടിക്കുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെ ഞാൻ തിടിച്ച് പിടിച്ച് ബാംഗ്ലൂരൊക്കെ ഒരു ടിക്കറ്റ് എടുത്തു. ഞാൻ അവിടെ ATM പൈസ എടുക്കാൻ പോയി. ആരുടെ അടുത്തും പൈസ ഇല്ല. 500 നോട്ടില്ല, 100 നോട്ടൊന്നും ATM കഷ്ടപ്പെട്ട് കുറേ ഓടിപ്പിടിച്ച് ഒരു ATM പോയി എനിക്ക് 500 രൂപ കിട്ടി. 500 രൂപയ്ക്ക് 490 എൻ്റെ അക്കൗണ്ടിൽ ആകെയുള്ള ബാലൻസ് എത്ര അറിയോ? 700 രൂപ എങ്ങാണ്ട് ബാലൻസ് ഉള്ളൂ. 500 നോട്ട് കുറച്ചിട്ടില്ല. അങ്ങനെ 485 രൂപ എങ്ങാണ്ട് കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തു ബാംഗ്ലൂരേക്ക്. ബാക്കി എൻ്റെ കയ്യിലുള്ളത് 10-20 രൂപയുള്ളൂ. അതുകൊണ്ട് ഒരു കുപ്പി വെള്ളവും മേടിച്ചു. വിശപ്പ് തന്നെ വിശപ്പ്, ഫുഡൊന്നും ഇല്ല കഴിക്കാൻ. നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി. ഫുൾ ആൾക്കാരാണ്. അപ്പം പുലർച്ചെ 6 മണിക്കാണ് ഗോരഖ്പൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ട്രെയിൻ. അവിടെ പോയി നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നിരന്നിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇവരൊക്കെ ഏതെങ്കിലും ട്രെയിനിൽ പോകാനായിരിക്കും, അപ്പോൾ സീറ്റൊക്കെ കിട്ടും. കാരണം നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ട്രെയിനൊക്കെ ആണെങ്കിൽ കണ്ണൂരിൽ കാലിയായിട്ടൊക്കെ സീറ്റ് കിട്ടില്ല. 5 മണിയാകുമ്പോൾ ട്രെയിൻ വന്നു. ട്രെയിൻ വന്നപ്പോഴല്ലേ മനസ്സിലായത് ഈ ആൾക്കാർ മൊത്തം ഈ ട്രെയിൻ പോകാൻ നിൽക്കുന്നത്. ഞാൻ എങ്ങനെയോ ഡോറിൻ്റെ അടുത്ത് എത്തിയോ മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഒഴുക്കായിരുന്നു ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തള്ളി ഫസ്റ്റ് കാണുന്ന സീറ്റിൽ തന്നെ ഞാൻ പോയിട്ട് കൂടും. 3 പേര് ഇരിക്കേണ്ട സീറ്റ് 6 പേര്. നരകം എന്ന് വെച്ച ഇജാത് നരകം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അതോടുകൂടി ട്രെയിൻ യാത്ര എനിക്ക് മടുത്തില്ല. ഇവരെ ട്രെയിനിൽ കയറി കംപ്ലീറ്റ് കുപ്പായ കഴിച്ചും കിട്ടും. ഫുള്ള് വിയർത്ത് ഒലിക്കുന്നുണ്ട്. ഞാനും കുപ്പായ അയച്ചിട്ടു. എൻ്റെ അപ്പുറം ഇപ്പം ഇരിക്കുന്നവനൊക്കെ കുളിച്ചിട്ട് 2 ദിവസമായിട്ടുണ്ടോ കുപ്പായ കഴിച്ചു. വേർപ്പ് ഞങ്ങളുടെ വേർപ്പൊക്കെ മിക്സാണ്. മുമ്പിലിരിക്കുന്ന അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് കൂട്ടുന്നുണ്ട്. ചെരുപ്പൊന്നും ഇടാണ്ട് ബാത്റൂമിൽ പോയി വരും. ആ കാലം എൻ്റെ മേത്തിങ്ങനെ കയറ്റി വെക്കും. വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ, അനുഭവിക്കണം. അതിനിടയിലാണെങ്കിലോ ഫുഡ്. ഇവരാണെങ്കിൽ സമൂസയും മുളകും ഇതന്നെ ഇവർ ഭക്ഷണം. ഞാൻ അവനോട് ചോദിച്ചു, ഭയ്യ മുജേബി ദിയേക. അവനെ എടുത്തോ. അങ്ങനെ വൃത്തിയില്ലാത്ത അവൻ്റെ പ്ലേറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. കാരണം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ദൈവം പോലും അപ്പമായിട്ടേ വരും. അവിടെ വൃത്തിയുണ്ടോ ഇല്ലയോ നോക്കാൻ പാടില്ല. ഞാൻ കഴിച്ചു. കുപ്പി വെള്ളമുള്ളതുകൊണ്ട് കുടിക്കും. റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ വെള്ളം എടുക്കും. ഇങ്ങനെ യാത്ര പോകുന്നുണ്ട്. പാട്ടുകാർ കയറുന്നുണ്ട്, ഓരോ ആൾക്കാർ വരുന്നുണ്ട്. ഓരോ ആൾക്കാർ തീറ്റ കക്കൂസ് പോകുന്നുണ്ട്, വരുന്നുണ്ട്. കാലും എൻ്റെ മേത്ത് വെക്കുന്നുണ്ട്, വേർപ്പ് ഒലിക്കുന്നുണ്ട്, മണക്കുന്നുണ്ട്, ഉറക്കം പറ്റുന്നില്ല. രാവിലെ തുടങ്ങിയ യാത്ര രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നാമത് പിന്നെ വൃത്തിയുടെ പ്രശ്നമുള്ള എനിക്കൊന്നും പറ്റുന്നില്ല. വിശക്കാൻ തുടങ്ങി, നല്ല വിശപ്പും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിറ്റേന്ന് പുലർച്ചെ നാഗ്പൂർ എത്തിയപ്പോൾ നാഗ്പൂർ ഇറങ്ങി അവിടുത്തെ നേരെ നാഗ്പൂരത്തെ കുളിക്കുന്ന റൂമൊക്കെയാണ്, നല്ല വെട്ടിക്കെട്ട് റൂമാട്ടോ. നേരെ അകത്ത് കയറി വസ്ത്രങ്ങൾ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്ത് കാണാൻ കുറച്ച് വൃത്തിയിലൊരു ടീഷർട്ട് ഒരു പാൻറ്റും ഇട്ട് പുറത്തിറങ്ങി. എന്നിട്ട് അവിടുന്ന് ഞാനെന്ത് ചെയ്തു, എൻ്റെ മൊബൈൽ എങ്ങനെയല്ലോ കുത്തിപ്പിടിച്ചിട്ട് എൻ്റെ ബ്രദറിൻ്റെ നമ്പർ എടുത്തു. നാഗ്പൂർ എൻ്റെ ബ്രദറുണ്ട്, അവൻ്റെ നമ്പർ എടുത്തു. അവനെ വിളിച്ചു. അവൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ അവൻ്റെ വീട്ടിൽ പോയി എല്ലാ വസ്ത്രങ്ങളും വലിച്ചങ്ങ് ചാടി ഓൾറെഡി ഞാൻ അവൻ്റെ വീട്ടിൽ പോയി. അവിടെ നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണി കഴിച്ചു. അതിനൊരു വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. 14 ദിവസം പട്ടിണി എടുത്തിട്ട് കഴിക്കുന്ന ബിരിയാണി കഴിച്ചു. അവൻ എങ്ങനെ എനിക്ക് നാഗ്പൂരിൽ നിന്നും ബാംഗ്ലൂരേക്ക് SRS എങ്ങാണ്ടൊരു ബസ്സുണ്ട്, വോൾവോ AC, ആ ബസ്സിൽ ടിക്കറ്റ് എടുത്തത്. അങ്ങനെ 14 ദിവസത്തെ ക്യാഷ്ലെസ് യാത്രയ്ക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചിട്ട് നാഗ്പൂരിൽ നിന്ന് ബാംഗ്ലൂരെത്തി. ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ് തന്നെ സിജാസ് എനിക്കൊരു ബസ് ടിക്കറ്റ് സെറ്റ് ചെയ്ത് തന്നിരുന്നു. അങ്ങനെ നാട്ടിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ എൻ്റെ യാത്രയിൽ. കാരണം ഞാൻ ലോറി ഡ്രൈവർമാരുടെ ജീവിതം പഠിച്ചു, ആ കുട്ടിയുടെ ജീവിതം കണ്ടു, പിന്നെ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞു. അതുപോലെ ഒരുപാട് ജീവിതം ഞാൻ ഈ ഒരു കേരള ടു നേപ്പാൾ യാത്രയിലൂടെ പഠിച്ചു. അതിന് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത എല്ലാ യാത്രകൾക്കും ഒരു പ്രചോദനമായിട്ടുണ്ട് കേട്ടോ ഈ ഒരു യാത്ര. അല്ലെങ്കിൽ ഈ യാത്രയിൽ എനിക്കിട്ട് അനുഭവങ്ങൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ കേട്ടത് കേരള ടു നേപ്പാൾ യാത്രയുടെ കഥകളാണ്. ഇനി നമുക്ക് അങ്ങോട്ട് കേൾക്കാനുള്ളത് ഇതിലും മനോഹരമായൊരു കഥയാണ്. കേരള ടു സിംഗപ്പൂറുണ്ട്, അതുപോലെ കേരള ടു കാശ്മീരുണ്ട്, കേരള ടു ആഫ്രിക്കയുണ്ട്. നോക്കാം എത്ര ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും അല്ലേ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. അപ്പം അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കേരള ടു സിംഗപ്പൂർ യാത്രയുടെ വിശേഷങ്ങളാണ്. ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.